ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോ എടുക്കാം അല്ലെ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവം ഒരു വഴി തുറക്കും അല്ലെ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ എല്ലാവരും അല്ലെ. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പം വന്നപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ അതിനൊക്കെ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടോ, അത് നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ ദൈവം ഒരു വഴി തുറക്കാൻ പോവുകയാണ്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്ക്. ജെൻഡർലെസ് ആണ്. ലേഡീസ് ഒളിയാണെന്ന് ചോദിച്ചിട്ടുണ്ട് മെസ്സേജില്. ലേഡീസ് ഒളിയല്ല, എല്ലാവർക്കും കാണാം. ലേഡീസിനും ജെന്റ്സിനും ഒക്കെ കാണാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ പറയുമ്പോൾ ചിലപ്പം ലേഡീസിൻ്റെത് മാത്രമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് ലേഡീസിനും ജെന്റ്സിനും കൂടെ ഉള്ളതാണ്. ഒരു വ്യക്തികളുടെ മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടി. അപ്പൊ ചിലപ്പോൾ പറയുമ്പോൾ വിട്ടുപോകുന്നതായിരിക്കും കേട്ടോ. ലേഡീസിന്റെയും ജെന്റ്സിന്റെയും കാര്യമാണ്, എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ആ ഓളും കൂടെ ഒന്ന് ടച്ച് ചെയ്യണം. ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അന്നേരം തന്നെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ്, അതായത് പേഴ്സണൽ ഫ്യൂച്ചർ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അത് പേയ്മെന്റ് ഉണ്ട്, ഫീസ് ഉണ്ട്, ഫ്രീ അല്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, നിങ്ങളുടെ റീഡിങ്ങിൽ, പേഴ്സണൽ റീഡിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ തരുന്നതായിരിക്കും. അത് റീഡിംഗ് നോക്കിയതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നതായിരിക്കും. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ നോക്കിയിട്ട് അതിനൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഞാൻ കാർഡുകൾ എടുത്തു വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ കാർഡൊക്കെ ഷഫിൾ ചെയ്ത് എടുക്കുമ്പോൾ ടൈം പോകും, നിങ്ങൾ ഓടിച്ചു വിടും, കാണത്തൊന്നുമില്ല. അപ്പൊ ഞാൻ ഷഫിൾ ചെയ്ത് പ്രാർത്ഥിച്ച് ഷഫിൾ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കും ടൈമില്ല, അപ്പൊ അതുകൊണ്ടാണ് എടുത്തു വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാമേ. ഫസ്റ്റ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർട്സ് ആണ്, 5 ഓഫ് കപ്പാണ്, സണ്ണാണ്, 8 ഓഫ് വാണ്ട് ആണ്, ഏസ് ഓഫ് വാണ്ട് ആണ്, 9 ഓഫ് സോർട്സ് ആണ്, 6 ഓഫ് വാണ്ട് ഉണ്ട്, 2 ഓഫ് വാണ്ട് ഉണ്ട്, 3 ഓഫ് കപ്പ് ഉണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്, ജഡ്ജ്മെന്റ്, എലഫന്റ്, 4 ഓഫ് കപ്സ്, എംപ്രസ്. ഇത്രയും കാർഡാണ് വന്നേക്കുന്നത്. ഇവിടെ ഇന്നത്തെ എനർജി എന്ന് പറയുമ്പോൾ വാൺസ് ഉണ്ട്, അതായത് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ഉണ്ട്. കപ്സ് ആണ് ക്യാൻസർ, സ്കോർപിയോ, പൈസസ്. വാട്ടർ സൈൻ ഉണ്ട്. പിന്നെ സോഡ്സ് ആണ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ്. ഇത്രയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 3, 5, 6, 4 വന്നിട്ടുണ്ട്, 10 ഉണ്ട്, 8 ഉണ്ട്. അപ്പൊ ഈ നമ്പേഴ്സ്, ഈ പറഞ്ഞ നമ്പേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 9 ഉണ്ട്, 9 ഇമ്പോർട്ടന്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട നമ്പേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, ലോട്ടറിക്ക് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് കാർഡ് റീഡിങ്ങിലേക്ക് കടന്നാല്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള തുറക്കുന്ന വഴി എന്ന് പറയുമ്പോൾ സണ്ണും വന്നിട്ടുണ്ട്, വീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഒരു ഗുഡ് ലക്ക്, നിങ്ങൾക്ക് എന്തോ ഒരു ഭാഗ്യം വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായിട്ട് ദൈവം എന്തോ ഒരു ഭാഗ്യം, ഒരു അത്ഭുതം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. അതിൻ്റെതായിട്ടുള്ള സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞതിന്റെ ആഹ്ലാദം നിങ്ങൾ പങ്കിടാൻ പോകുന്നുണ്ട്. അത് ലഭിക്കാൻ പോകണം, ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കുന്ന ഒരു സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സണ്ണും വന്നിട്ടുണ്ട്, സക്സസ് ആണ് വരുന്നത്. സക്സസും സന്തോഷവും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നല്ല മെസ്സേജസ് വരുന്നുണ്ട്, നല്ല നല്ല മെസ്സേജ് നിങ്ങളെ തേടി വരുന്നുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു, പുതിയ തുടക്കം, നല്ല നല്ല മെസ്സേജസ് വരാൻ പോകുന്നുണ്ട്. പല കാർഡുകളുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തോ ശക്തമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നവരാണ് നിങ്ങൾ കേട്ടോ. ഇത് ഒരുപാട് കരയുന്നുണ്ട്, രാത്രി ഉറക്കമില്ലാതെ എണീറ്റിരുന്ന് കരയുന്ന അവസ്ഥയാണ്. ഏതോ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് രാത്രിയിൽ ഉറക്കമില്ല, അതായത് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. കരച്ചിലോട് കരച്ചിലാണ്.
ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലവിലാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരാൾ നിങ്ങളുടെ ആ ഒരു വ്യക്തി നഷ്ടപ്പെട്ടു, നിങ്ങൾ ഉപേക്ഷിച്ച് പോയതായിട്ട് കാണുന്നുണ്ട്. തൽക്കാലത്തേക്ക് ഒരുപക്ഷെ നോ കോണ്ടാക്ട് ആയിരിക്കാം ചിലരുടെ കാര്യത്തിന്. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഒരു ലവിൽ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെ ദാമ്പത്യ ബന്ധം, ഭാര്യയും ഭർത്താവും അല്ലെ ദാമ്പത്യ ബന്ധത്തിൽ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള കാര്യത്തിൽ വളരെ ദേഷ്യത്തിലിരിക്കുന്ന വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും പാർട്ട്ണർ വളരെ ദേഷ്യത്തിലാണ്. അപ്പൊ എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ട ആ ഒരു വ്യക്തി തൽക്കാലത്തേക്ക് പോയേക്കുവാണ്, നോ കോണ്ടാക്ട് ആണ്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വളരെ വിഷമിച്ച്, നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത അവസ്ഥയിൽ ആ ഒരു വ്യക്തി പോയതിൽ വിഷമിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളെ ഓർത്ത് വളരെയധികം സങ്കടത്തിലിരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരുപക്ഷെ ആ ഒരു വ്യക്തി തിരികെ വരുമോ, അതായിരിക്കാം നിങ്ങളുടെ ആഗ്രഹം. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. തിരികെ വരണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തിരികെ വരുമെന്ന് ഇവിടെ സൺ പറയുന്നുണ്ട്. ഉടനെ തന്നെ ഒരു മെസ്സേജ് അല്ലെ ഫോൺ കോൾ ലഭിക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് അല്ലെ ഫോൺ കോൾ വരുമെന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അതിന് മാനിഫെസ്റ്റ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ അറിയില്ലെങ്കിൽ അത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അല്ലെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തിയെ തിരികെ കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇവിടെ ചിലരുടെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ അവരുടെ വ്യക്തി എന്നേക്കുമായി നഷ്ടപ്പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ മരണപ്പെട്ടതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ മരണപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം, മറ്റൊരു ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടാവാം, ഇനി ഒരിക്കലും തിരികെ വരാത്ത രീതിയിൽ എവിടേക്കോ പോയിട്ടുണ്ടാവാം ഉപേക്ഷിച്ച്. അപ്പൊ അതിന് ആ ഒരു രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടായതോർത്ത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഡിവോഴ്സ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ബന്ധത്തിലേക്ക് പോയതിന്റെ പേരിൽ ഡിവോഴ്സ് ആയിട്ടുണ്ടാവാം. അപ്പം ആ നഷ്ടം ഓർത്തിട്ട്, ആ നഷ്ടപ്പെട്ട ആ ഒരു ലൈഫ് ഓർത്തിട്ട് കരയുന്നവരെ കാണുന്നുണ്ട്. ഒറ്റയ്ക്കായി പോയി, ഇനി എന്താണ് ജീവിതത്തിൽ എന്ത് ചെയ്യുന്നൊക്കെ ഓർത്ത് വിഷമിച്ച് കരയുന്നവരെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിഷമിക്കേണ്ട. ലൈഫിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു വ്യക്തി നഷ്ടപ്പെട്ടല്ല നിങ്ങൾ ഉപേക്ഷിച്ച് പോയെന്ന് വെച്ച് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണല്ലോ. അപ്പൊ നിങ്ങളോട് താല്പര്യമില്ലാത്ത ഒരു വ്യക്തി പോയതിനോർത്ത് നിങ്ങൾ അത്ര സങ്കടപ്പെടേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് ഇനിയും ലൈഫ് ഉണ്ട്. ഇവിടെ ഏതാണ് കാണിക്കുന്നത്, നമ്മൾ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജീവിച്ചിട്ടല്ലേ പറ്റൂ. അപ്പൊ അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാതെ പറ്റത്തില്ല. കുട്ടികളൊക്കെ കാണുമല്ലോ, ചിലർക്ക് കുട്ടികൾ ഉണ്ടാവും, ചിലരുടെ കൂട്ടത്തിൽ അമ്മ ഉണ്ടാവാം, പ്രായ അച്ഛനോ അമ്മയോ അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പൊ അവരെയൊക്കെ നോക്കേണ്ട അവസ്ഥകൾ വരും. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇനിയും ജീവിക്കേണ്ട അവസ്ഥകൾ ഭൂമിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമോർത്ത് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നാളത്തേക്കും ജീവിക്കാനുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് പോവുക. നിങ്ങൾക്ക് ഇനിയും ലൈഫ് ഉണ്ട്. അതിന് യൂണിവേഴ്സായിട്ട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ ഇനിയും നല്ലൊരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും, നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ ആഗ്രഹിച്ചെങ്കിലേ ലഭിക്കും, ആഗ്രഹിച്ചാൽ ലഭിക്കും. കുട്ടികൾ ആഗ്രഹിക്കുന്നവർക്ക് കുട്ടികളെ ലഭിക്കുന്നുണ്ട്. പ്രഗ്നൻസി കാണുന്നുണ്ട്. എംപ്രസ് ഒരു അമ്മ എന്ന എനർജിയാണ്, അമ്മയുടെ എനർജിയാണ്. അതുപോലെ കുട്ടികളുടെ സൺ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളില്ലാത്തവരും അല്ലെ കുട്ടികളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ചിലരൊക്കെ കമന്റിൽ ചോദിക്കാറുണ്ട് കുട്ടികളുടെ കാര്യം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവും. കുട്ടികൾ ഉണ്ടാകാൻ ഒരുപാട് നാളെ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ കുട്ടി ഉണ്ടാവും തന്നെയാണ് ഈ റീഡിംഗ് കാണുന്നവരോട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാം. പോസിറ്റീവായിട്ട് കുട്ടിയെ ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവും തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. ലഭിക്കുമെന്നുള്ള ആ ഒരു ചിന്താഗതിയോടെ പോസിറ്റീവായിട്ട് ഇരിക്കുക. പിന്നെ ഇവിടെ കാണുന്നത് എനിക്കിവിടെ പലർക്കും നിങ്ങൾ ഗവൺമെന്റ് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവാം. സാധാ ഏതെങ്കിലും കമ്പനികളിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാവാം. ഇവിടെ നിങ്ങൾ ഏത് ജോലി ആഗ്രഹിച്ചിരിക്കുന്നോ ആ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു ജോലി ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നു. ഗവൺമെന്റ് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കുക തന്നെ ചെയ്യുന്ന ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ഗവൺമെന്റ് ജോലിക്കായിട്ട് ട്രൈ ചെയ്യുന്നു, അതിന് വേണ്ടുന്ന കോച്ചിങ്ങിലാണ് നിങ്ങൾ അതിന്റെ എക്സാം എഴുതുന്നു, പഠിക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഏത് കാര്യത്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് തന്നെ ആയിരിക്കണം. അങ്ങനെ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി മുന്നോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിൽ എത്താൻ പറ്റും.
എന്നിവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ മുന്നിലും ദൈവം ഒരു വഴി തുറക്കാൻ പോകുന്നു എന്നിവിടെ പറയുന്നു. നിങ്ങൾക്ക് നല്ല സമയം വരുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നല്ലൊരു സമയത്തിലേക്ക് നിങ്ങളുടെ സമയം വരുന്നുണ്ട്. ഒരുപക്ഷെ ഒരുപാട് PC ടെസ്റ്റ് ഒക്കെ എഴുതി കാത്തിരിക്കുന്നവരായിരിക്കാം. നിങ്ങൾ നിരാശയുടെ വക്കിലായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു കിട്ടാത്തതില്. പക്ഷെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിങ്ങൾ ഗുഡ് മെസ്സേജ്, നല്ല മെസ്സേജസ് കേൾക്കാൻ പോവാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ചില വ്യക്തികള് എന്തെങ്കിലും ഒരു ജോലി ലഭിക്കുമോ, ഒരുപാട് പേരാണ് ജോലി ഇല്ലാത്തതിൽ ജോലി ലഭിക്കുമോ, വിദേശത്തൊക്കെ പോയിട്ട് കുട്ടികളൊക്കെ ജോലി ഇല്ലാതിരിക്കുന്നു, ജോലി ലഭിക്കുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണുന്ന പലരോടും എനിക്ക് പറയാനുള്ള, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അവസാനിക്കാൻ പോവാണ്. നിങ്ങളുടെ മക്കളുടെ അല്ലെങ്കിൽ വിദേശത്ത് പോയിരിക്കുന്ന ആരുടെയാണ് അവരുടെയൊക്കെ ഈ ഒരു സിറ്റുവേഷൻ അവസാനിക്കാൻ പോകുന്നു. അവരുടെ ലൈഫിലേക്ക് സൂര്യൻ ഉദിക്കാൻ പോകുന്നു. അവരുടെ നല്ല സമയം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് തീർച്ചയായിട്ടും ജോലി ലഭിക്കും. നിങ്ങൾ ട്രൈ ചെയ്യുക എന്നാണ് പറയുന്നത്. നിങ്ങളൊരു നല്ല മെസ്സേജ് കേൾക്കും, നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി ചെറിയ ചെറിയ ജോലിയിലാണെങ്കിലും ആദ്യം നിങ്ങൾ അതിലേക്ക് കയറുക. വീണ്ടും നല്ല ജോലിക്ക് ട്രൈ ചെയ്യുക. നല്ല ജോലി ലഭിക്കുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ട്, ഒരു അബണ്ടന്റ് തന്നെയുണ്ട് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങളുടെ മുന്നിൽ നല്ലൊരു സാമ്പത്തിക സ്റ്റെബിലിറ്റി ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നല്ല ഗ്രോത്ത് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു അബണ്ടന്റ് കാത്തിരിപ്പുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ജോലിയില്ല, ഒരുപാട് സ്ട്രഗിൾസിലൂടെ പോകുന്നു, ഒരുപാട് പ്രശ്നങ്ങളാണെന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട. നിങ്ങളുടെ നല്ല സമയം വരും. നിങ്ങളുടെ സമയം ചേഞ്ച് ആയി വരുമ്പോഴത്തേക്കിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സക്സസിൽ എത്താൻ പറ്റും. അതുവരെ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക, ക്ഷമയോടെ ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ സക്സസും സന്തോഷവും വരും എന്നാണ് പറയുന്നത്. ഇവിടെ ചിലരുടെ ലൈഫ് ഒരു ജഡ്ജ്മെന്റ് പറയുന്നുണ്ട്. ജഡ്ജ്മെന്റിലേക്ക്, അതായത് നിങ്ങളുടെ ലൈഫ് ഒരു ജഡ്ജ്മെന്റിലൂടെയാണ് പോകുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ പോവാണ്, നിങ്ങൾ കരച്ചിലാണ്, ഒരുപാട് പ്രോബ്ലത്തിലൂടെ കടന്നു പോവാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ നീങ്ങുന്ന ചിലരുടെ ലൈഫുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നീങ്ങുന്നുണ്ട്. അതൊരു ജഡ്ജ്മെന്റ് കാലഘട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഒരു ജഡ്ജ്മെന്റ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നത് നിങ്ങൾക്കൊരു ലെസൺ തരാനായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൂടെ ഇപ്പൊ ഉള്ള വ്യക്തികൾ അത് യഥാർത്ഥത്തിൽ അവരെങ്ങനെയുള്ളവരാണെന്ന് നിങ്ങളെ കാണിച്ചു തരാനായിരിക്കാം. അപ്പൊ നിങ്ങളുടെ നല്ല സമയത്ത് നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തികൾ ഇപ്പൊ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ടല്ലോ. ഏതൊക്കെ രീതിയിൽ വേദനിപ്പിക്കാവോ, അതേ രീതിയിൽ ഏതൊക്കെ രീതിയിൽ അപമാനിക്കാവോ, അങ്ങനെയൊക്കെ. അപ്പൊ നല്ല സമയത്ത് ഇവര് പെരുമാറിയുന്ന ഇങ്ങനെയല്ല, മോശ സമയമാകുമ്പോ അവരുടെ പെരുമാറ്റ രീതിയിൽ പല മാറ്റങ്ങളും ഉണ്ടാവുന്നു. അപ്പൊ ആ ഒരു മോശ സമയത്ത് നിങ്ങളുടെ നല്ല സമയത്ത് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരല്ല യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നല്ല ബന്ധുക്കൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ മോശ സമയം നിങ്ങളുടെ കൂടെയുള്ള ബന്ധുക്കൾ അല്ലെ സുഹൃത്തുക്കൾ ആരാണോ ആ ഒരു വ്യക്തികളാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൂടെ ചേർത്ത് വെക്കേണ്ടത്. ആ ഒരു വ്യക്തികളെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളായും സുഹൃത്തുക്കളായും കാണേണ്ടെന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ മോശമായ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ കൂടെ ആരും ഇല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ അതിനെ കാര്യമാക്കി എടുക്കേണ്ടതില്ല. നിങ്ങളുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. നിങ്ങൾ എവിടെ നിന്ന് എന്തൊക്കെ നെഗറ്റീവ് കേട്ടാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് നെഗറ്റീവ് തരുന്ന ആളുകളെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിക്കളയുക. അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള സഹവാസം തന്നെ മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ മാറ്റുക. കാരണം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾ ഒന്നും കൂടി ഡൗൺ ആവും. അങ്ങനെയുള്ളവരുമായി നിങ്ങൾ കോണ്ടാക്റ്റിലിരുന്നു അവർ പറയുന്നത് കേട്ടോണ്ടിരുന്നാൽ നിങ്ങൾ ഒന്നുകൂടെ ഡൗൺ ആവത്തേയുള്ളൂ. അപ്പൊ നല്ല നല്ല ഉപദേശങ്ങൾ തരുന്ന അല്ലെങ്കിൽ നിങ്ങളെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വ്യക്തികളെ മാത്രം കൂടെ കൂട്ടി നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നേറുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മറികടക്കും നിങ്ങൾ. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പോസിറ്റീവായിട്ടും കൂടെ നിന്ന് നല്ല കാര്യങ്ങൾ പറയുന്നവരെ മാത്രം ചേർത്ത് പിടിക്കുക, അല്ലാത്തവരെ ലൈഫിൽ നിന്ന് മാറ്റിക്കളയുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അപമാനവും വേദനയും തരുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെ പാടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റുക, അവരിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. ഒരു വട്ടം ഏതെങ്കിലും രീതിയിൽ ഒരു അപമാനം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചാൽ പിന്നെ അവരിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും മാറി നിൽക്കുക, അവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. പിന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പലരോടും എനിക്ക് പറയാനുള്ളത് ഭയം മാറ്റുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പലർക്കും ഭയമാണ്, പല കാര്യങ്ങൾക്കും പേടിയാണ്, ഏതൊരു കാര്യത്തിനും പേടിയാണ്.
അപ്പൊ പേടിച്ചാൽ ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിൽ നേടാൻ പറ്റത്തില്ല, പേടിച്ചാൽ മുന്നോട്ടേക്ക് പോകാനും പറ്റില്ല. അപ്പൊ പേടി മാറ്റുക എന്നുള്ളതാണ്. പേടിച്ചിരിക്കുന്നവരെ പേടിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാകും. നിങ്ങൾ ഒന്നിനെയും കൂസാതെ ധൈര്യത്തോടെ മുന്നോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ഒരാളെ മാത്രം ഭയപ്പെടുക, നിങ്ങൾ വിളിക്കുന്ന ദൈവത്തെ മാത്രം ഭയപ്പെടുക. ദൈവത്തോട് ചേർന്ന് നിന്നാൽ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. അത് നിങ്ങൾ ഒന്നാമത് മനസ്സിലാക്കുക. അപ്പൊ ദൈവത്തിന്റെ വഴിയിലേക്ക് പോവാ, ദൈവവുമായി കണക്റ്റഡ് ആയിട്ട് തന്നെ ജീവിക്കുക, യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. എന്ത് ഗൈഡൻസ് വേണമെങ്കിലും നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക, നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതേ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിജയമാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം എന്താ പറയാ, നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കൂ, എല്ലാവരുമായിട്ട് അവരോട് ചോദിച്ചു നോക്കൂ. അപ്പം നിങ്ങൾക്ക്, നമ്മൾ ദൈവവുമായി കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കേണ്ടതില്ല. നമുക്ക് വേണ്ട ഗൈഡൻസ് ദൈവം തരും. നമ്മളുടെ കൂടെ എപ്പോഴും ഏതോ ഒരു ശക്തി ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടില്ല. ദൈവവുമായി കണക്റ്റഡ് ആയി പോകുന്ന വ്യക്തികൾക്ക് ആരെയും ഭയമില്ല, ആരെയും ഭയപ്പെടില്ല. കാരണം നമ്മൾ ആ ഒരു ലെവലിൽ പോയാൽ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവിടെ ഒരു ശക്തി ഉണ്ട്. നമ്മളെ ഉപദ്രവിക്കുകയോ ഏത് രീതിയിൽ നമുക്ക് ദോഷം പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് തിരിച്ചടി കൊടുക്കാൻ നമ്മളുടെ കൂടെ ഒരു ശക്തിയുണ്ട്. അത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ ഒരു വഴി തുറക്കാൻ നിങ്ങൾക്കൊരു സമയം, നല്ലൊരു സമയം എത്തി. ഇനിയിപ്പോ മാർച്ച് മാസമൊക്കെ വരുന്നു, ബാങ്കിലൊക്കെ ഒരുപാട് പേർക്ക് ലോൺ അടയ്ക്കാനും ഒരുപാട് പണം ആവശ്യമുള്ള സമയമാണ് പലർക്കും അല്ലെ. അപ്പൊ അതിൻ്റെതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഉറക്കമില്ലാത്ത അവസ്ഥയിലൊക്കെ പോകുന്നു, ബാങ്കിൽ അടയ്ക്കണം, ഒരുപാട് കാര്യങ്ങൾക്ക് പണം ആവശ്യമുണ്ട്. അതിനൊക്കെ ആയിട്ട് പണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇതായിട്ട് ഒരുപാട് പേർക്ക് സാമ്പത്തിക പ്രോബ്ലംസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ജോലിയില്ലാത്ത അവസ്ഥ, സാമ്പത്തിക ബുദ്ധിമുട്ട്, കടം, എങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന അറിയില്ല, ബിസിനസ് ഡള്ളായിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയിലൂടെ പോകുന്ന ആളുകളാണ്. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലാത്തൊരവസ്ഥയിൽ പോണ ഒരുപാട് പേരാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ ഇപ്പം നമുക്ക് നല്ല രീതി കുറച്ച് സമയം നല്ല രീതിയിൽ പോയിട്ടുണ്ട്, ഒരു മോശം സമയമുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നതായിരിക്കും നിങ്ങൾ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ കടന്നു പോയേ പറ്റൂ. അത് ഈസി ആയിട്ട് കടന്നു പോവില്ല, നമ്മളത് അനുഭവിക്കേണ്ടതാണ്. അതൊരു ജഡ്ജ്മെന്റ് കാലഘട്ടമാണ് നമ്മുടെ. ആ ഒരു ജഡ്ജ്മെന്റ് കാലഘട്ടം നമ്മൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ടേക്ക് പോവുക. ഈ ഒരു ജഡ്ജ്മെന്റ് കാലഘട്ടം എല്ലാവർക്കും ഉണ്ട്, പല തരത്തിലായിരിക്കുന്നേ ഉള്ളൂ, എല്ലാവർക്കും ഉള്ളതാണത്. അത് നമ്മൾ അനുഭവിച്ച് തീരുക തന്നെ വേണം. അതിന് നമ്മൾ എളുപ്പത്തിൽ അത് മാറ്റിയെടുക്കാനായിട്ട് ഓരോ കാര്യം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളത് അനുഭവിക്കാനുള്ളത് അനുഭവിച്ച് തീരണം. നിങ്ങൾ ദൈവവുമായി കണക്റ്റഡ് ആയി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക. കുറച്ചൊരു ആശ്വാസതയിൽ ലഭിക്കും. നിങ്ങൾക്ക് ഒരു മനസ്സിനൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. അപ്പൊ ആ ഒരു സിറ്റുവേഷനൊക്കെ കടന്ന് ലൈഫ് പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എനർജി കാണാം. അപ്പൊ ആ ഒരു അത്രയും പ്രോബ്ലം ആയിരുന്ന ലൈഫൊക്കെ കടന്നു പോയിട്ട് ഇപ്പൊ അവർ നല്ലൊരു ലെവലിലേക്ക് എത്തുകയാണ്. നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട് പലരുടെ. ഇവിടെ പലർക്കും ബിസിനസ്, പല രീതിയിലുള്ള ബിസിനസ് ഒക്കെ തുടങ്ങാൻ പ്ലാൻ ഇടുന്നവരെ കാണുന്നുണ്ട്. ഇവിടെ പലരും പുതിയ ചില ബിസിനസ്സുകളൊക്കെ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സിൽ ഇരിക്കുന്നുണ്ട്. ആ ഒരു ബിസിനസ്സിൽ അവർക്ക് നല്ല ഒരു പ്രോഗ്രസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ട്രാവൽ ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ വിദേശത്തേക്കൊക്കെ ട്രാവൽ ചെയ്യാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവരുടെ എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബിസിനസ് നല്ലൊരു ലെവലിലേക്ക് എത്താൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു അബണ്ടന്റ് എനർജി, നല്ല രീതിയിൽ ലാഭം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ പലർക്കും ഇവിടെ ട്രാവൽ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ ട്രാവൽ ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി പ്രധാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം, നിങ്ങളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. എനിക്ക് സക്സസ്, ഈ ഒരു കാര്യം ഞാനത് ചെയ്താൽ സക്സസ് ആയിരിക്കും, എന്റെ ലൈഫിൽ വിജയമായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പല കാര്യത്തിനും. നിങ്ങൾ ചില ഗുഡ് ന്യൂസസ് കേൾക്കാൻ എടുക്കാൻ ഇവിടെ പറയുന്നുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാവാം. എന്തൊക്കെയായാലും ചില ഗുഡ് ന്യൂസസ് വരുന്നുണ്ട്. നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും പ്രോജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഓഫീസിലോ കമ്പനിയിലൊക്കെ നിങ്ങൾ ചെയ്തതിന്റെ റിവാർഡ് വരുന്നുണ്ട്. അവാർഡോ റിവാർഡോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യത്തിനുള്ള ഒരു പ്രതിഫലം അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു.
ഒരുപക്ഷെ ചിലർക്ക് പ്രൊമോഷൻ ആയിരിക്കാൻ തോന്നുന്നു, പ്രൊമോഷൻ ലഭിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ സാലറി വർധനമൊക്കെ വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു കാലഘട്ടങ്ങളിൽ. പലർക്കും മാരേജ് കാണുന്നുണ്ട് കേട്ടോ. മാരേജിനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മാരേജിന്റെ ഒരു കഥ, മാരേജ് നടക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാരേജിൽ ഏതെങ്കിലും വ്യക്തിയായിട്ടുള്ള മാരേജിന്റെ കാര്യത്തിലൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ മാരേജ് കാണുന്നുണ്ട്. ഒരുപക്ഷെ രണ്ട് കാസ്റ്റിലുള്ള വ്യക്തികളൊക്കെ തമ്മിലുള്ള ഒരു പ്രണയത്തിലായിരിക്കും, മാരേജ് നടക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ മാരേജ് നടക്കുമെന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ ചിലരുടെ ഇവിടെ നോ കോണ്ടാക്ട് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന വ്യക്തികളില് തിരികെ വരുമോ, ഞങ്ങൾ തമ്മിലൊരു മാരേജ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി തന്നെയാണോ ഞാൻ എന്റെ പാർട്ട്ണറായിട്ട് വരുന്നത്. ഇപ്പം പക്ഷെ നോ കോണ്ടാക്ട് ആയിരിക്കാം, കുറെ നാളായി നല്ല ബന്ധത്തിൽ പോയിരുന്ന ഒരു നോ കോണ്ടാക്ട് ആയിരിക്കാം. അപ്പൊ ഞങ്ങൾ തമ്മിലൊരു മാരേജ് ഉണ്ടാവുമോ എന്ന ചില ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ ആർക്കൊക്കെ ഉണ്ട്. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ചില വ്യക്തികളുടെ കാര്യത്തിൽ ഞാൻ പറയുന്നു. അവർക്ക് ഒരു മാരേജ് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ചില വ്യക്തികൾക്ക്, ഇപ്പൊ കാണുന്ന എല്ലാവർക്കും നിങ്ങളുടെ വ്യക്തി മാരേജിലേക്ക് കൊണ്ടുവരും, മാരേജ് കഴിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ചില വ്യക്തികളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ഇപ്പൊ നോ കോണ്ടാക്ട് ആണെങ്കിലും നിങ്ങൾക്ക് സണ്ണ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാരേജിലേക്ക് എത്തും, മാരേജിലേക്ക് തന്നെ പോകും നിങ്ങളെന്ന് കാണുന്നത്. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ മാറി, നോ കോണ്ടാക്ട് ഒക്കെ മാറി കോണ്ടാക്റ്റിൽ വരും. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മാരേജ് ഉണ്ടെന്നാണ് എനിക്കിവിടെ കാണുന്നത്. നോ കോണ്ടാക്ട് ഇരിക്കുന്ന ആരുടെയൊക്കെ വ്യക്തികളെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നത് കാണുന്നു. ഒരു മെസ്സേജ് അല്ലെ ഫോൺ കോൾ അധികം താമസിയാതെ വരുമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു റീയൂണിയൻ കാണുന്നുണ്ട്, ഉടനെ തന്നെ ഒരു റീയൂണിയൻ കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി കാണാനിട്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കോണ്ടാക്റ്റിൽ വരാത്തതിന്റെ പേരിൽ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സങ്കടത്തിലാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ കുറെ നാളായിട്ട് ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടും വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി വേറെ മാരേജ് ഉണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. വേറെ വിവാഹാലോചനകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു ആദ്യത്തെ വ്യക്തിയെ കാത്തിരിക്കുന്ന പോലെ കാണുന്നുണ്ട്. അപ്പൊ അത്രയും സ്നേഹമുള്ള ഏതൊക്കെയോ വ്യക്തികൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി തിരികെ വരും എന്ന് എനിക്ക് കാണുന്നുണ്ട്. ചില വ്യക്തികൾ തിരികെ വരും, ചിലർ തിരികെ വരില്ല, എന്നേക്കുമായിട്ട് പോയിട്ടുണ്ടെന്നും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുക എന്നുള്ളതാണ്, വരുമോ എന്നുള്ളത്. അപ്പം അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി നിങ്ങളോട് പെരുമാറിയിരിക്കുന്ന രീതികളും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തിയെ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ, റിയൽ ലവ് ആണോ അല്ലാതെ ചീറ്റിംഗ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുക. എന്തായാലും ഒരുപാട് നാളായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ വിട്ടുകളയാ, മറ്റൊരു നല്ല ബന്ധത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. നിങ്ങളുടെ ഒരു കർമ്മ അവസാനിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു കർമ്മയുടെ കാലഘട്ടങ്ങളായിരുന്നു ഇതുവരെ. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏതൊരു കാര്യത്തിനും കർമ്മയുണ്ട്. അതായത് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ലത് കർമ്മയായിട്ട് നല്ലത് വരും, അല്ലെ? നല്ല കർമ്മങ്ങൾ വരും. അതുപോലെ നമ്മൾ ചീത്ത ചെയ്താൽ ചീത്ത വരും. കർമ്മ നമ്മളെ തീർച്ചയായിട്ടും കർമ്മയുണ്ട്. നല്ലത് ചെയ്താൽ നല്ലത് വരും, ചീത്ത ചെയ്താൽ ചീത്ത വരും. അപ്പൊ ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഇത് തിരിച്ച് കിട്ടുമെന്നുള്ളൊരു തിരിച്ചു വരും എന്നുള്ള ഒരു കാര്യത്തിൽ ഇതിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏത് കാര്യം ചെയ്താലും അത് തിരികെ വരും. അപ്പൊ നല്ലതാണെങ്കിൽ നല്ലതായിട്ട് വരും, ചീത്തയാണെങ്കിൽ ചീത്തയായിട്ട് വരും. അപ്പൊ അങ്ങനെ ആർക്കൊക്കെ കർമ്മ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്ത ചീത്തയായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള കർമ്മ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ആരെയൊക്കെ നിങ്ങൾ വളരെയധികം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ നാളുകളിൽ, ആരൊക്കെയോ. അപ്പൊ ആ വേദനിപ്പിച്ചതിന്റെ കർമ്മ നിങ്ങൾക്ക് തിരികെ അതേ രീതിയിൽ ലഭിക്കുന്നു. അവരെ ഒരുപാട് ആരെയൊക്കെയോ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദനിപ്പിച്ചവരുടെ കർമ്മ ഇപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്നു. അത് നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുകയായിരുന്നു മറ്റാരും ആ വ്യക്തിയെ വേദനിപ്പിച്ചപ്പോ. പക്ഷെ ആ ഒരു ഇത് നിങ്ങൾക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ വേദനിക്കുന്നു അല്ലെങ്കിൽ കരയുന്നു. നിങ്ങൾ ഇപ്പം വളരെയധികം കരയുന്നുണ്ട്. ഒരു പക്ഷെ പശ്ചാത്താപത്തിന്റെ കരച്ചിലും ആവാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഒരു പശ്ചാത്താപത്തിന്റെ കരച്ചിലൂടെ ആവാം. അപ്പോ ആ ഒരു നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾക്ക് ഇപ്പൊ ചിരിക്കാനുള്ള ഒരു അവസരം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ ആരെങ്കിലും നിങ്ങൾ പലരും ചിലപ്പോൾ ഒരു നിസ്സഹായ അവസ്ഥയിലായിരിക്കാം. ചിലപ്പോൾ ആരും ഇല്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥ, ചിലപ്പോൾ വീടില്ല, അങ്ങനെയൊക്കെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എവിടെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ കൂടെ ജീവിക്കേണ്ട ഒരവസ്ഥ. നിങ്ങൾക്ക് ആരും ഇല്ല, അതവിടെ നിങ്ങൾക്ക് നിൽക്കാതെ നിവൃത്തിയില്ല. പക്ഷെ
അവിടുത്തെ ആ ഒരു നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ട, അപമാനവും വേദനയും ഒക്കെ അനുഭവിക്കേണ്ട സിറ്റുവേഷൻ വരും. ഒരുപാട് തരത്തിൽ നിങ്ങളെ അപമാനിക്കുന്നുണ്ടാവാം, ഒരുപാട് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാവും. നിങ്ങൾ ഒരുപക്ഷെ ജീവിക്കേണ്ട, ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള അവസ്ഥകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. പക്ഷെ നിങ്ങൾക്ക് എന്താ പറയാ, മരിക്കാൻ ഭയമായിരിക്കാം, ആത്മഹത്യ ചെയ്യാനല്ല, ഈ ഒരു ലൈഫ് ഇങ്ങനെ അങ്ങ് തീരട്ടെ, അനുഭവിക്കാനാണ് വിധിയെങ്കിൽ അനുഭവിച്ച് തീരട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം. നിസ്സഹായ അവസ്ഥയിൽ വേദനിച്ച് മറ്റുള്ളവരുടെ അപമാനവും വേദനയും ആയിട്ട് നിസ്സഹായ അവസ്ഥയിൽ കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട് അല്ലെ. പക്ഷെ നിങ്ങൾക്ക് എന്ത് അപമാനം നേരിട്ടാലും, എന്ത് വേദന നേരിട്ടാലും, എന്ത് ചെയ്താലും നിങ്ങൾ ഒന്നും തിരികെ പറയണ്ട. നിങ്ങൾ അതെല്ലാം സഹിച്ചു നിൽക്കുക. ദൈവം നിങ്ങൾ ദൈവത്തെ വിളിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവത്തിനോട് പറയുക. തീർച്ചയായിട്ടും അത് ചെയ്യുന്ന വ്യക്തിക്ക് കർമ്മം ലഭിക്കും. കർമ്മം ലഭിക്കും എന്നുള്ളതാണ്. കർമ്മം ലഭിക്കും, അത് 100% സത്യമാണ്. പലർക്കും കർമ്മം ലഭിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭയാനകമായ രീതിയിലായിരിക്കും. നമ്മൾ പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ദൈവം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അത്രയധികം വേദന, കണ്ണുനീരിന്റെ വില അത് വളരെ വലുതാണ്. കണ്ണുനീർ എന്ന് പറയുമ്പോൾ, കണ്ണുനീര് നിസ്സഹായ അവസ്ഥയിൽ ഒരു മനുഷ്യന്റെ കണ്ണുനീര്, അത് വളരെ വളരെ വില അതിന് ദൈവം കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അത് ആരെങ്കിലും മുഖേന നിങ്ങൾക്ക് അത് എന്താ പറയാ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത വ്യക്തിക്ക് കർമ്മം ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആർക്കൊക്കെ കർമ്മം ലഭിക്കുന്നു, ജഡ്ജ്മെന്റിന്റെ കാലഘട്ടമായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികളുടെ ലൈഫിൽ. പിന്നെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ മിണ്ടാതിരിക്കുക. അതായത് നമ്മൾ അതിന് എന്തെങ്കിലും, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും തിരികെ പറയുമ്പോൾ നമ്മൾ തിരിച്ചു ഉടനെ അതിന് പ്രതികരിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അത് അവിടെ തീരുകയാണ്. പക്ഷെ നമ്മൾ പ്രതികരിക്കാതെ, പലരും പ്രതികരിക്കാതെ മിണ്ടാതെ ഭയന്നിരിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ പ്രതികരിക്കാൻ പോലും പറ്റാതെ ഭയന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. അതിന്റെ കർമ്മ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വ്യക്തിക്ക്, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് നിസ്സഹായ അവസ്ഥയിൽ ഒന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തികൾ, ആ വ്യക്തികളുടെ വേദനിപ്പിച്ച വ്യക്തികൾക്കുള്ള കർമ്മ വളരെ പെട്ടെന്ന് തിരിച്ചടിയായിട്ട് ലഭിക്കും. അത് നിങ്ങളെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ, നിങ്ങളെ കരയിച്ചതിന്റെ 100 ഇരട്ടിയായിട്ടായിരിക്കും അവർക്ക് ലഭിക്കുക. അപ്പൊ അങ്ങനെ ചിലരുടെ ലൈഫിലേക്ക് അതൊക്കെ വരാൻ തയ്യാറെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഒരു റീഡിങ്ങിലുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് വരാനുള്ള വാതില് ദൈവം തുറക്കാൻ പോവുകയാണ്. അതാണ് സൺ വന്നു, പുതിയ തുടക്കം നിങ്ങൾക്കുണ്ട്. ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ, ഇതൊക്കെ നിങ്ങളുടെ ഒരു ഭാഗ്യ സമയം തുടങ്ങി എന്നുള്ളതാണ്. ഇനി പലരുടെയും ഭാഗ്യ സമയമാണ് കേട്ടോ. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ കരച്ചിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ആയിട്ട് ഒരുപാട് പേരുടെ ഉപദ്രവം സഹിച്ച് നിസ്സഹായ അവസ്ഥയിൽ മുന്നോട്ട് പോയിട്ടുള്ള നിങ്ങൾക്ക് ഒരു ഭാഗ്യ സമയം എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ ഇപ്പൊ കഴിയുന്ന ആ വീട്ടിൽ, ഏത് വീട്ടിലാണോ നിങ്ങൾ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും അനുഭവിച്ച് അപമാനിക്കപ്പെട്ട് നിസ്സഹായ അവസ്ഥയിൽ നിവൃത്തിയില്ലാതെ ജീവിക്കുന്നത്, ആ വീട്ടിൽ നിങ്ങൾക്ക് മാറ്റം കാണുന്നുണ്ട്. ഒരു പുതിയ വീട്ടിലേക്ക് നിങ്ങൾ മാറാൻ പോകും. നിങ്ങൾക്കായിട്ടൊരു പുതിയ ഭവനം ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ഒരു സക്സസ്, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അത്ഭുതം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. അപ്പൊ ഇതാണ് എനിക്ക് ഇന്നത്തെ റീഡിംഗ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോ ഇനി മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ ബൈ.